നടത്തുമ്പോൾ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം യേശു നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരട്ടെ. അതോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറും, വഴക്കുകൾ മാറും, അസ്വസ്ഥതകൾ മാറും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിയും പിണക്കങ്ങളൊക്കെ മാറും. യേശു അതിൽ കയറി. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഈ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. രാത്രി മുഴുവൻ ഇവർ മീൻ പിടിക്കാൻ പോയിട്ട് കിട്ടാതെ തിരിച്ചു വന്നയാളാ. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. ഇവർ ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല, മര്യാദയ്ക്ക് ഫുഡും കഴിച്ചിട്ടില്ല, രാത്രി മുഴുവൻ കടലിലായിരുന്നു. ഞാനാണ് ശിമയോൻ പത്രോസെങ്കിൽ ഞാൻ പറയും, ഇപ്പം വള്ളത്തിലോട്ട് കയറല്ലേ, ഈ വള്ളം എങ്ങോട്ടും പോകത്തില്ല, ഇത് കരയോട് അടുപ്പിച്ച് കിടക്കുക, നിങ്ങൾ അപ്പുറത്തെങ്ങാനും പോയി വേറെ വള്ളത്തിൽ കയറുക, ഇത് എങ്ങോട്ടും പോകത്തില്ല. ഇവിടെ ശിമയോൻ പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. ശിമയോൻ പത്രോസ് യേശുവിനെ ഇങ്ങോട്ട് കയറണ്ട, ഞങ്ങൾ ക്ഷീണമായി, ഇനി വള്ളം മുന്നോട്ട് പോകത്തില്ല എന്നും പറഞ്ഞ് തടഞ്ഞില്ല. യേശു കയറിയപ്പോൾ വേണ്ട കയറണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ചില്ല, സ്വീകരിച്ചു. ആരാണോ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ദിവസമാണ്, കയറുന്ന സമയമാണ്. അടുത്ത ഭാഗം അവനോട് യേശു ആവശ്യപ്പെട്ടു. അപ്പോ ശിമയോൻ പത്രോസ് പറഞ്ഞില്ല, ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ഒന്നും കഴിച്ചിട്ടില്ല, വൈകുന്നേരമാകട്ടെ, 5 മണിയാകട്ടെ, ഞാൻ വീട്ടിൽ വരെ പോയേച്ച് വരട്ടെ, ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നമ്മളാണെ പറയില്ലേ, ഞാൻ ഇപ്പൊ ഇങ്ങ് വന്നുള്ളൂ, ഒട്ടും ഉറങ്ങിയിട്ടില്ല, ഞാനാണെ പറയും. ശിമയോൻ പത്രോസ് ഒന്നും പറഞ്ഞില്ല, ക്ഷീണമാണെന്നും പറഞ്ഞില്ല. യേശു അതിൽ കയറി അല്പം നീക്കാൻ ആവശ്യപ്പെട്ടു. ആ വള്ളം അല്പം നീക്കി ദൈവത്തിന്റെ വാക്കനുസരിച്ചു. അത് കേട്ടു. ഒരു മടുപ്പും പറഞ്ഞില്ല. ബുദ്ധിമുട്ടാണ്, ക്ഷീണമാണ്, ജോലി കഴിഞ്ഞ് വന്നോളൂ, ഇപ്പോ ഒന്നും എന്നോട് പറയല്ലേ, ദേവി തന്നെ. അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അതേലിരുന്ന്. അപ്പോൾ ഇപ്പോ ആ വള്ളം എന്തായി? ഇതുപോലെ വചനം പ്രസംഗിക്കുന്ന ഒരു സ്റ്റേജായി മാറി ആ വള്ളം. ഇപ്പോൾ ഇതൊരു സ്റ്റേജാണ്, പൈസ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന താൽക്കാലികമായ ഒരു സ്റ്റേജാണ്. ശിമയോൻ പത്രോസിന്റെ വള്ളം ഒരു സ്റ്റേജായിട്ട് അത് മാറി. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങൾക്കുള്ളതായിട്ട് വരുവാനുള്ള പ്ലാറ്റ്ഫോമായി മാറി, സ്റ്റേജായി മാറി. ഒന്നുമില്ലാതിരുന്നൊരു വള്ളം ഇപ്പോൾ യേശുക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഫോണിലൂടെ 100, 200, 500, 50 ഒരാൾക്കും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുണ്ടല്ലോ, യേശു അനേകർക്ക് ദൈവത്തെ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയായത് മാറിയിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും വചനം പറയണമേ. നമുക്ക് ഈ ദേശത്തിരുന്ന് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു വിരൽ കൊണ്ട് ഈ വചനം എത്തിക്കാൻ പറ്റും. നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് കേൾക്കണമെന്ന് പറയാൻ പറ്റും. ഒരില്ലാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന 10,000-ൻ്റെയോ 50,000-ൻ്റെയോ 1,00,000-ൻ്റെയോ ഫോണാകട്ടെ, അത് ദൈവത്തെ കൊടുക്കാനുള്ള ഒരു സ്റ്റേജും കൂടി ആയി